ഞാൻ വന്നതേ നിങ്ങളെ വിളിക്കാൻ വേണ്ടിട്ടാ. നിങ്ങൾ രണ്ടുപേരും ഞങ്ങളുടെ വീട്ടിലാണെങ്കിൽ ക്രിസ്മസിന്റെ ആണെങ്കിൽ ആഘോഷം തുടങ്ങാൻ പോവാ. വീടൊക്കെ അലങ്കരിക്കാൻ പോവാ. വരുന്നോ നിങ്ങൾ രണ്ടുപേരും? വീട് അലങ്കരിക്കാൻ പോകണോ? എന്നാ ഞങ്ങളും കൂടെ വരാം. നിങ്ങൾ ഇവിടെ അലങ്കരിച്ചൊന്നുമില്ലേ? അതിന്റെ സാധനങ്ങളൊക്കെ കുറച്ച് വാങ്ങിക്കാനുണ്ട്. അച്ഛൻ നാളെ വാങ്ങിച്ചോണ്ട് വരാന്ന് പറഞ്ഞു. അതുകൊണ്ട് നാളെ ഇനി അലങ്കരിക്കുന്നുള്ളൂ. ഞങ്ങളുടെ അച്ഛൻ പിന്നെ ഗൾഫിൽ നിന്നാണെങ്കിൽ ഇഷ്ടംപോലെ പൈസ അയക്കുന്നുണ്ടേ. ഞങ്ങൾക്ക് പിന്നെ എപ്പോൾ വേണമെങ്കിലും സാധനങ്ങളൊക്കെ വാങ്ങിക്കാം. ഞാൻ അതുകൊണ്ട് ഇന്ന് ഇഷ്ടംപോലെ ഷോപ്പിംഗ് മാളിൽ പോയായിരുന്നു. അവിടെ നിന്ന് ഇഷ്ടംപോലെ സാധനങ്ങൾ വാങ്ങിച്ചു ക്രിസ്മസിന്റെ. ഞങ്ങൾ നാളെ വാങ്ങിക്കും അമ്മണി. അമ്മ ചേച്ചിയുടെ വീട്ടിൽ പോവാ. കുട്ടുമ്പോൾ എന്തെങ്കിലും കഴിച്ചോ? കഴിച്ചിട്ട് പോയാ പോരെ? ഏത്തപ്പഴം മുട്ടയൊക്കെ കഴിക്കുന്ന ഞാനിപ്പോ കണ്ടായിരുന്നു. ശരി അമ്മൂമ്മേ, ഞാനിപ്പോ ഏത്തപ്പഴം മുട്ടയൊക്കെ കഴിച്ചു. ഞാൻ എന്നിട്ട് പിന്നെ വരാം. എന്നാ ചെല്ല്. അവിടെ ചെന്ന് വഴക്കൊന്നും കൂടല്ലേ? ഇല്ല. എടാ ക്രിസ്മസ് കേക്ക് ഒക്കെ വാങ്ങിച്ചു നിങ്ങള്? കേക്കാണെങ്കിൽ അച്ഛനും ഉച്ചയ്ക്ക് വാങ്ങിച്ചോണ്ട് വരും. ശാരദേ, എന്റെ പിള്ളേർ രണ്ടുപേരും കൂടെ എന്റെ അമ്മയുടെ വീട്ടിൽ പോകുന്നു കേട്ടോ. ശരി അമ്മേ, അവര് പോട്ടെ. നമുക്കാണെങ്കിൽ ഇതിന് വേണ്ടിയിട്ടെങ്കിൽ ഒരു മുറി മാത്രം ഉപയോഗിക്കാം. ആ മുറിക്കകത്താണെങ്കിൽ ഈ ക്രിസ്മസിന്റെ സാധനങ്ങളെല്ലാം കൊണ്ടുവയ്ക്കാം. അത് ശരി, ഒരു മുറിക്കകത്ത് മതി. ചേച്ചി ക്രിസ്മസ് ട്രീ വാങ്ങിച്ചോ? പിന്നെ അല്ലാതെ ഞാൻ വാങ്ങിക്കാൻ സാധനം കാണൂ. ക്രിസ്മസ് ട്രീ ആണെങ്കിൽ നമുക്ക് അവിടെ ഫിറ്റ് ചെയ്യാം. ആദ്യം കൊണ്ടുപോയി. ശരിയാ. ഏത് മുറിയിലാടി? ഇതാരാ? എവിടെയാ കണ്ടിട്ടുണ്ടല്ലോ. എടി അമ്മണി, നീ തന്നെ പറയണം കേട്ടോ, എന്നെ അറിയത്തില്ലെന്ന്. അയ്യോ സോറി, ഞാൻ കണ്ടിട്ടില്ല. അതുകൊണ്ടാ. എന്തോരൊക്കെ ചെറിയ പരിചയമുണ്ട് കണ്ടു, പക്ഷെ എനിക്ക് ആളെ മനസ്സിലായില്ല. അമ്മയുടെ അമ്മയല്ലേ? എന്റെ അമ്മയോ? പൊടി. അമ്മയുടെ ചേച്ചിയുടെ അമ്മയാണത്. എന്റെ അമ്മണി, നിനക്കും തോടി ക്രിസ്മസ് ആയപ്പോഴത്തേക്ക് ബോധം പോയോ? എന്ത് നിങ്ങൾ ഇങ്ങനെയൊക്കെ പറഞ്ഞു? നിങ്ങൾ ആരെന്ന് പറ ആദ്യം. ഇത് ഞാൻ നിന്റെ അമ്മയാടി. ഞാൻ എപ്പോഴാ പറഞ്ഞില്ലേ അമ്മയുടെ അമ്മയാണെന്ന്? എന്റെ ദൈവമേ, ഇതെന്തോ അമ്മേ ഈ കോലത്തില്? ഞാനാണെങ്കിൽ ബ്യൂട്ടി പാർലർ നേരത്തെ അടച്ച്. ക്രിസ്മസ് അല്ലേ, അപ്പൊ ഇനിയിപ്പോ 2 ദിവസത്തേക്ക് അവധി എടുക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ബ്യൂട്ടി പാർലറിൽ കയറി ഞാനൊന്ന് ഒരുങ്ങി. പിന്നെ എന്റെ ഡ്രസ്സ് ഒന്ന് മാറ്റി. എന്നിട്ട് നിനക്ക് എന്നെ കണ്ടാൽ മനസ്സിലാത്ത ഭയങ്കര കഷ്ടം കേട്ടോ അമ്മണി. പിന്നെ ഈ ഫാൻസി ഡ്രസ് വന്നു കഴിഞ്ഞാൽ പിന്നെ എനിക്ക് അങ്ങനെ മനസ്സിലാകും. എന്തായാലും നല്ല ഡ്രസ് കൊള്ളാണ്ടി. നിങ്ങൾ രണ്ടുപേരും എപ്പോ വന്നു മക്കളെ? ഞങ്ങളാണെങ്കിൽ അമ്മനെ വിളിച്ചിട്ട് വന്നതാ. അമ്മയാണെങ്കിൽ എന്റെ ഇവിടെ ആണെങ്കിൽ ഡെക്കറേറ്റ് ചെയ്യാൻ പോകുന്നു പറഞ്ഞു. പിന്നെ ക്രിസ്മസ് അല്ലേ, അപ്പൊ എനിക്ക് ഞങ്ങളോട് ഇങ്ങനെ പോകുന്നതാ. നിങ്ങളുടെ വീട്ടിൽ ക്രിസ്മസ് സെലിബ്രേഷൻ ഒന്നും ആയില്ലേ? സെലിബ്രേഷൻ ഒക്കെ നാളെ ആന്റി. അച്ഛനാണെങ്കിൽ സാധനങ്ങളൊക്കെ നാളെ വാങ്ങിച്ചോണ്ട് വരത്തുള്ളൂ. പിന്നെ ഇന്ന് ഉച്ചയ്ക്കാണെങ്കിൽ കേക്ക് വാങ്ങിച്ചോണ്ട് വരാന്ന് പറഞ്ഞു. അപ്പൊ നാളെ ഞങ്ങൾ ഡെക്കറേറ്റ് ചെയ്യും ഞങ്ങളുടെ വീട്. അപ്പൊ നാളെ അമ്മനി ഞങ്ങളുടെ വീട്ടിൽ വരണം കേട്ടടി. ഇപ്പൊ ഏത് മുറിയാണ് ഡെക്കറേറ്റ് ചെയ്യാൻ പോകുന്നത്? ലെറ്റ്സ് ഗോ. ക്രിസ്മസ് ആയപ്പോഴത്തേക്ക് കേക്ക് കഴിച്ച് വയ്യ. തടി കൂടിയോന്ന് എനിക്ക് ഡൗട്ട്. ഒരാഴ്ച കൊണ്ട് ക്രിസ്മസ് കേക്ക് കഴിക്കാൻ തുടങ്ങുക. അവിടെ ആണെങ്കിൽ ബ്യൂട്ടി പാർലറിൽ വരുന്നവരെല്ലാം അങ്ങ് കേക്കും കൊണ്ടാണ് വരുന്നത്. എന്നിട്ടാണെങ്കിലോ എല്ലാവരും എന്നെ പിടിച്ച് ഏൽപ്പിക്കുകയും ചെയ്യും. ക്രിസ്മസ് കേക്ക് കഴിച്ച് എനിക്ക് വയ്യ. ലൈറ്റ് ഒക്കെ ഇപ്പോ ഓക്കേ ആയില്ലേടി അമ്മണി? ഇപ്പൊ എല്ലാം ഓക്കേ ആയിടി. നിനക്ക് ഇത്രയൊക്കെ ഡെക്കറേറ്റ് ചെയ്യാൻ അറിയാവുന്നടി കുഞ്ഞിനി? എങ്ങനെ ചേച്ചാണെങ്കിൽ നേരത്തെ ഞങ്ങളുടെ വീട്ടിൽ ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ വർഷമൊക്കെ നല്ലപോലെ ഡെക്കറേറ്റ് ചെയ്ത് ഞങ്ങളുടെ വീട്ടിൽ. ഇതെന്തോടി കുറെ ഗിഫ്റ്റ് ഒക്കെ ഇരിക്കുന്നത്? ഈ ഗിഫ്റ്റോ? അതൊക്കെ ആണെങ്കിൽ എന്റെ സ്കൂളിൽ പഠിക്കുന്ന ഫ്രണ്ട്സ് തന്നാടി. അതായത് ഒന്നും അയച്ചു നോക്കിയൊന്നുമില്ല. ചേച്ചി അതിലാണെങ്കിൽ കേക്ക് എന്തെങ്കിലും കാണുമോ? അതിൽ കേക്കൊന്നും ഇല്ലടാ. അല്ലാതെ എനിക്ക് ഓരോരോ പിന്നെന്താ കളിപ്പാട്ടം സൈസൊക്കെ ഉള്ളത്, ടോയ്സിന്റെ സൈസ്, പിന്നെ ഗ്രീറ്റിംഗ്സ്, ക്രിസ്മസിനെ സംബന്ധിച്ചുള്ള ഗ്രീറ്റിംഗ് കാർഡുകൾ, അതൊക്കെയാ. എടി അമ്മണി, നമുക്കാണെങ്കിൽ ഒരു കാര്യം ചെയ്താലോ? നമുക്കാണെങ്കിൽ എവിടെയെങ്കിൽ കേക്ക് ഉണ്ടാക്കിയാലോ? കേക്ക് ഉണ്ടാക്കാനോ? അയ്യോ എനിക്കറിയത്തില്ലടി. എന്റെ അമ്മയ്ക്കും അറിയത്തില്ലെന്നാ തോന്നുന്നേ. അമ്മയും പിന്നെ ഇതുവരെ ഉണ്ടാക്കുന്ന ഞാൻ കണ്ടിട്ടില്ല. ചേച്ചി ഞങ്ങൾക്കറിയാം ഉണ്ടാക്കാന്. ഞങ്ങളുടെ അമ്മ മെനഞ്ഞാന്ന് ഉണ്ടാക്കിയായിരുന്നു. നിങ്ങളുടെ വീട്ടിൽ കേക്കൊക്കെ ഉണ്ടാക്കി. എന്നിട്ട് ഞങ്ങൾക്ക് ഒരു കഷ്ണം തന്നില്ലല്ലോ. അതാണെങ്കിൽ കരോളുകാർക്ക് കൊടുത്തോ ഒരു കേക്ക്. അതുകൊണ്ട് ഇവിടെ തരാൻ പറ്റാഞ്ഞത്. എടി ഞങ്ങളുടെ അമ്മ നല്ല വൃത്തിക്ക് ഉണ്ടാക്കൂടി കേക്ക്. കടയിൽ നിന്ന് വാങ്ങിക്കുന്നതിനേക്കാളും ടേസ്റ്റാ. ഞങ്ങൾക്കാണെങ്കിൽ ഇപ്പൊ ഏകദേശം ഒക്കെ അറിയാം ഉണ്ടാക്കാന്. നമുക്ക് അടുക്കളയിലോട്ട് പോകാം. എന്നിട്ട് നമുക്ക് ഉണ്ടാക്കാം. കേക്ക് ഉണ്ടാക്കാൻ എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് വേണം? അതിന് കൂടുതലൊന്നും വേണ്ട. മുട്ട വേണം, പിന്നെ മൈദ വേണം, ബേക്കിംഗ് സോഡ, പിന്നെ ആണെങ്കിൽ ബേക്കിംഗ് പൗഡർ, അങ്ങനെയൊക്കെ കുറെ ഐറ്റംസ് മതി. അത്രയൊക്കെ മതിയോ? അതല്ലേ ഇവിടെ സ്റ്റോക്കാ. ഞങ്ങളുടെ വീട്ടിൽ പിന്നെ ഇല്ലാത്ത സാധനം ഉണ്ടോ? കേക്ക് ഉണ്ടാക്കാൻ പോവാണേ. കുട്ടു, നീ ആ പാതകത്തിലോട്ട് കയറി ഇരിക്കും, അല്ലെങ്കിൽ നീ ഇവിടെ കണ്ട് ശല്യം ചെയ്യും. കുട്ടോ? ശരി, അവൻ ആ സൈഡിലാകും കയറി ഇരിക്കട്ടെ. എങ്ങനെയുണ്ട് ചേച്ചിമാരെ? ഓക്കെ അല്ലേ? നീ അവിടെ തന്നെ ഇരുന്നോ. എടി ആദ്യം എങ്ങനെ കേക്ക് ഉണ്ടാക്കുന്നതെന്ന് പറഞ്ഞേ. അതിനാണെങ്കിൽ ഈ മുട്ടയും മൈദയും കൂടെ ആണെങ്കിൽ മിക്സ് ചെയ്യണം. എന്നിട്ടാണെങ്കിൽ അതിനകത്താണെങ്കിൽ കുറച്ച് പിന്നെ ഓയിൽ ചേർക്കണം. എന്നിട്ടെല്ലാം കൂടെ ആണെങ്കിൽ മിക്സിയിലിട്ട് അടിക്കണം. മിക്സിയിലിട്ട് അടിച്ചിട്ട് അതാണെങ്കിൽ കുറച്ച് ഫ്ലേവർ ചേർക്കണം. വാനിലയുടെ ഏത് ഫ്ലേവർ ഇവിടെ ഉള്ളത് വെച്ചാൽ അത് ചേർക്കാം. ബട്ടർ സ്കോച്ചിൻ്റെ ആണെങ്കിൽ ബട്ടർ സ്കോച്ചോ, അല്ലെങ്കിൽ വാനില ആണെങ്കിൽ വാനില. അതിൻ്റെ ആണെങ്കിൽ ഫ്ലേവർ കൂടെ ചേർത്തിട്ട് വേണം മിക്സിയിലിട്ട് അടിക്കാൻ. മിക്സിയിലിട്ട് അടിച്ചിട്ട് നമുക്കതിങ്ങനെ എടുക്കണം. എടുത്തിട്ടാണെങ്കിൽ അത് ബേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കണം. അത്രേ ഉള്ളൂ, സിമ്പിളായിട്ട് ഉണ്ടാക്കാം. പിന്നെ അതിന് ശേഷമാണെങ്കിൽ ഇത് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണെങ്കിൽ പിന്നെ ക്രീം വേണം. ഫ്രഷ് ക്രീം ഉണ്ടോ? ഫ്രഷ് ക്രീം ആണെങ്കിൽ ബീറ്റ് ചെയ്യണം. ബീറ്റ് ചെയ്തിട്ട് ബീറ്ററുണ്ടോ ഇവിടെ? എടി ഞാൻ പറഞ്ഞില്ലേ ഇവിടെ ഇല്ലാത്ത സാധനം ഇല്ലെന്ന്. ബീറ്ററൊക്കെ ഉണ്ട്, ഓവനുണ്ട്, ബീറ്ററുണ്ട്, എല്ലാ സാധനവും ഉണ്ട്. ബീറ്റർ ഇട്ടാണെങ്കിൽ ഒന്ന് ബീറ്റ് ചെയ്യണം. അത് ഫ്രഷ് ക്രീം ഒന്ന് ബീറ്റ് ചെയ്തിട്ട് ഇതിൻ്റെ മണ്ടയ്ക്കോട്ട് നമ്മൾ അതിൻ്റെ പുറത്തൊന്ന് പുരട്ടി കൊടുത്താൽ മതി കേക്കിൻ്റെ മുകളിൽ. എന്നിട്ട് അപ്പോൾ ഡെക്കറേറ്റ് ചെയ്ത് നല്ല ഭംഗിയായിരിക്കും കാണാൻ. ഗാർണിഷ് ചെയ്യാനേ നല്ല ഭംഗിയായിരിക്കും കാണാൻ. പിന്നെ അതിന് ചെറുപ്പഴം എന്തെങ്കിലും ഉണ്ട് അതിൻ്റെ മുകളിൽ വയ്ക്കാം. അയ്യോ വായി വെള്ളം വന്നിട്ട് വയ്യേ, പെട്ടെന്ന് ഉണ്ടാക്ക്. മിക്കവാറും ഇവന്റെ കൊതി കിട്ടാൻ ചാൻസ് ഉണ്ട്. നീ ഒരു കാര്യം ചെയ്യ്, നീ അടുക്കള ഇരിക്കണ്ട, നീ അപ്പുറത്തെ റൂമിൽ പോ. അയ്യോ കൊതി കിട്ടാൻ നീ ഇവിടെ ഇരിക്കണ്ടടാ.
വേഗം പൊയ്ക്കോ അപ്പുറത്തോട്ട്. എനിക്ക് ടോയ്ലറ്റിൽ കയറി ഇറങ്ങി നടക്കാൻ വയ്യ കേട്ടോ. ഞാനങ്ങ് പോവാം, പക്ഷെ പെട്ടെന്ന് ഉണ്ടാക്കി അവിടെ എത്തിക്കണം കേട്ടോ. നീ അപ്പുറത്തെ മുറി പോയിരിക്കും, ഞങ്ങൾ ഇപ്പൊ പെട്ടെന്ന് കൊണ്ടുവരാം. ചേച്ചി നമ്മളിപ്പോ ഡെക്കറേറ്റ് ചെയ്തില്ലേ, ആ റൂമിൽ പോയിരിക്കട്ടെ ഞാൻ. ആ റൂമിൽ ഇരിക്കുന്നത് കൊള്ളാം, അവിടെ എനിക്ക് തീയൊക്കെ കത്തുന്നുണ്ടേ. നീ അതിനകത്തും കയറി പിടിക്കല്ലേ. എടാ ആ റൂമിലാണെങ്കിൽ കളിക്കുടുക്ക ഇരിപ്പുണ്ട്, നീ വേണമെങ്കിൽ അടുത്ത് പടം വല്ലതും വരയ്ക്കാതെടുത്ത്. ഇതെന്താ എല്ലാരും കൂടെ അടുക്കളയില് ക്രിസ്മസിന്റെ ഡെക്കറേഷൻ എന്നൊക്കെ പറഞ്ഞ് റൂമിലോട്ട് പോകുന്നുണ്ട്. അത് കഴിഞ്ഞേ ഇപ്പൊ എല്ലാവരും അടുക്കളയിൽ നിൽക്കുന്നത്. ഇവിടെ എന്താ കാര്യം? അമ്മ എനിക്ക് ഇങ്ങനെ പറഞ്ഞു, ഇവർക്കാണെങ്കിൽ നല്ലവരാണെങ്കിൽ കേക്ക് ഉണ്ടാക്കാൻ അറിയാം. ഇവരാണെങ്കിൽ മെനഞ്ഞാൽ കേക്ക് ഉണ്ടാക്കിയെന്ന് പറഞ്ഞു. ഇവർ അമ്മയ്ക്കാണെങ്കിൽ നല്ലവരും ഉണ്ടാക്കാൻ അറിയാം. ഇവരാണെങ്കിൽ അത് കണ്ടു പഠിച്ചത്. അപ്പൊ ആണെങ്കിൽ ഞങ്ങളാണെങ്കിൽ പിന്നെ കേക്ക് ഉണ്ടാക്കാൻ വിചാരിച്ചിട്ടാ. കേക്ക് ഉണ്ടാക്കാനോ? ആഹാ, കേക്ക് ഉണ്ടാക്കാൻ അറിയാവോ കിങ്ങിണി? ഞങ്ങളുടെ അമ്മയ്ക്ക് അറിയാം കേക്ക് ഉണ്ടാക്കാൻ. ആന്റിക്ക് അറിയാവോ? ഞാനാണെങ്കിൽ ഒരു 2 പ്രാവശ്യം ഉണ്ടാക്കി നോക്കി. എൻ്റെ മുന്നേ 2 പ്രാവശ്യം പൊളിഞ്ഞു പോയി. ചിലപ്പോഴാണെങ്കിൽ വേവ് കൂടി പോകും, ചിലപ്പോഴാണെങ്കിൽ കരിഞ്ഞു പോകും. ഈ ഓവനാണെങ്കിൽ കറക്റ്റായിട്ട് എനിക്ക് വെക്കാൻ അറിയത്തില്ല ഒന്നാമത്. പിന്നെ ആണെങ്കിൽ അത് ബീറ്റ് ചെയ്യുമ്പോഴൊക്കെ ആണെങ്കിൽ നമ്മൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ പണി കിട്ടും. അയ്യോ അതൊക്കെ അറിയാമോ നിനക്ക് കറക്റ്റായിട്ട്? അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അമ്മയാണ് കൂടുതൽ ചെയ്തത്. എന്നാലും നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം. ഞാൻ ആ റൂമിലോട്ട് പോവാണേ. ഏത് റൂമിലോട്ട്? എന്നെ കൊതി കിട്ടും പറഞ്ഞിട്ട് ഈ ചേച്ചിമാർ എന്നെ ഓടിച്ചു. ആ മോനല്ലെങ്കിൽ ഈ ചൂടത്തൊന്നും ഇരിക്കണ്ട, അങ്ങോട്ട് ചെല്ലേ. എവിടാ? മറ്റേ ആ റൂമിലോട്ട് ചെല്ല്. നിങ്ങൾ ഡെക്കറേറ്റ് ചെയ്തിട്ട് റൂമിലോട്ട് ചെല്ല്. ഞാനും കൂടെ ഹെൽപ്പ് ചെയ്യണോ കേക്ക് ഉണ്ടാക്കാൻ? ആ ആന്റി കൂടെ ഹെൽപ്പ് ചെയ്ത് അത്രയും നല്ലത്. പെട്ടെന്ന് ഉണ്ടാക്കാമല്ലോ. ഇവിടെ കയറി ഇരിക്കാം. അവിടെ തീ ഉണ്ട്, അങ്ങോട്ട് പോകണ്ടെന്ന് എന്റെ ചേച്ചി പറഞ്ഞത്. ഓ ഇനി എത്ര നേരം ഇരിക്കും? അവര് കേക്ക് ഉണ്ടാക്കി കഴിയുന്നവർ ഇനി ഇരിക്കണമല്ലോ ഇവിടെ. പക്ഷെ രസമുണ്ട് ഇവിടെ ഇരിക്കാൻ. എല്ലാം ഡെക്കറേറ്റ് ചെയ്ത റൂമായിട്ട് നല്ല രസം ഇവിടെ ഇരിക്കാൻ. ഹായ്, ഈ ഗിഫ്റ്റ് ബോക്സിനകത്ത് എന്തൊക്കെയാ നോക്കായിരുന്നു. കുറെ ഉണ്ടല്ലോ ഗിഫ്റ്റുകള്. ഹായ് സാന്താ ക്ലോസ്. ആ ഹാപ്പി ക്രിസ്മസ്. അയ്യോ എന്നാൽ എങ്ങനെ ഇവിടെ എത്തി? കണ്ടില്ലേ ഞാൻ വന്നത് എങ്ങനെയാണെന്ന്? അയ്യോ എന്നാൽ ഈ ഗിഫ്റ്റ് ബോക്സിനകത്ത് ഉണ്ടായിരുന്നോ? അയ്യോ ഭയങ്കര അത്ഭുതമായല്ലോ. ആ ഗിഫ്റ്റ് ബോക്സിനകത്തൊന്നും ഞാൻ മാത്രം വന്നാ പോരല്ലോ, മോനും ഗിഫ്റ്റ് തരണ്ടേ? ഇപ്പൊ ഞാൻ ഗിഫ്റ്റ് തരാം മോന്. ഗിഫ്റ്റ് മേടിച്ചോ, ഇതാ ഗിഫ്റ്റ്. ആ മെറി മെറി ക്രിസ്മസ്. ഞാൻ ഈ കേക്കും കൂടെ എടുക്കട്ടെ. ചേച്ചി ഇത് ആരാ നിൽക്കുന്നത് നോക്കിക്കേ. അയ്യോ സാന്താ ക്ലോസ് എങ്ങനെ ഇവിടെ എത്തി? ഞാനാണെങ്കിൽ ആ ഗിഫ്റ്റ് ബോക്സ് പറഞ്ഞപ്പോഴത്തേക്ക് ഗിഫ്റ്റ് ബോക്സിനകത്ത് പുറത്തു വന്നതാ. കുട്ടികളെ മെറി ക്രിസ്മസ്. ഹാപ്പി ക്രിസ്മസ്. ഹാപ്പി ക്രിസ്മസ്. ഞാൻ നിങ്ങൾക്ക് ഗിഫ്റ്റ് തരാം. ചേച്ചിമാരെ എനിക്ക് ഗിഫ്റ്റ് ആണ്, നല്ലൊരു ഗിഫ്റ്റ്. ഇതാണ് ഗിഫ്റ്റ്. ഹായ് താങ്ക് യു. ആഹാ എന്തായാലും ഞങ്ങൾക്ക് ഗിഫ്റ്റ് തന്നല്ലേ, ഞങ്ങൾ തിരിച്ച് അങ്ങോട്ട് ഗിഫ്റ്റ് തരാം. ദേ ഈ കേക്ക് ഒന്ന് കഴിച്ചു നോക്കിക്കേ. ആഹാ, ഇതാരാ വന്നേക്കുന്നത്? അമ്മയുടെ നമുക്ക് ഗിഫ്റ്റ് ആയിട്ട് അമ്മയ്ക്ക് സാന്താ ക്ലോസ് വന്നേക്കുന്നത്. മെറി ക്രിസ്മസ്. ഹാപ്പി ക്രിസ്മസ്.